വേണ്ട. നിങ്ങളോട് ഇങ്ങോട്ട് എത്രയാണോ അവർ അക്രമം കാണിച്ചത് അതിന് തത്തുല്യമായത് മാത്രം നിങ്ങൾക്ക് പ്രതികരിക്കാൻ അവകാശമുണ്ട്. ഒരാളെ നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കുകയും അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോ ഇങ്ങോട്ട് അക്രമം ചെയ്തതിന് പ്രതികാരം ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. അത് ഹസനാണ്, കുഴപ്പമില്ല. അഹ്സൻ എന്താണ്? മാപ്പ് ചെയ്തു കൊടുക്കലാണ്. നിങ്ങൾ അത് ചെയ്തേക്കണം മുസ്ലിമേ, അത് അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ഒരാൾ പോക്കറ്റ് അടിച്ചു വന്ന്, മഹാനായ സ്വഹാബിയാണ്, അവരുടെ കാലിന്റെ അടിത്തട്ട് അർശിൽ തട്ടി നിൽക്കുന്നുവെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ മഹാനായ മെലിഞ്ഞ സ്വഹാബിയാണ്, കാത്തിബ് വഹി, നബി തങ്ങളുടെ സ്ക്രൈബാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പോക്കറ്റ് അടിച്ചു. എന്താ പറയുക? ഐദുറുസ്താദിന്റെ റഹ്മത്തുള്ളാഹി അവരുടെ ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാണ്. ഉസ്താദിന്റെ ഒരു ബാഗ്, ആ ബാഗ് കള്ളം കൊണ്ടുപോയാൽ അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൽ ആദ്യ ഒരു വിരുദിന്റെ കിതാബും ദുആന്റെ കിതാബും ഉസ്താദിന്റെ ഒരു അറാഖിന്റെ ബ്രഷ് ഉണ്ടാവുള്ളൂ. അത് നിലക്കച്ച് ഉസ്താദ് നടക്കല്, അത് അങ്ങനെയാണ് ഉസ്താദ് പോകല്. അത് കള്ളെടുത്തുകൊണ്ട് കൊണ്ടുകൊടുത്തത് 5 പൈസന്റെ ഉണ്ട്. എന്റെ ഉസ്താദന്മാരൊക്കെ അങ്ങനെയാണല്ലോ. അല്ലാഹു അവർക്ക് ആഖിറം കൊടുക്കട്ടെ, അല്ലാഹു ആഖിറം കൊടുക്കട്ടെ. ദാർഹുദിന്റെ പ്രസിഡന്റായിരുന്നു ഉസ്താദ്. ഇതൊന്നും ദാർഹുദിൽ ഞങ്ങൾ പഠിച്ച ഏറ്റവും വലിയ കിതാബ് 2 കിതാബാണ്. ഒന്ന് വാപ്പുട്ടി ഹാജി, ഒന്ന് ഐദുറുസ്സലാം. ഈ 2 കിതാബ് ജീവിതത്തിൽ കാണാൻ പറ്റിയതാ വലിയ ഭാഗ്യം. അവരെ കണ്ടപ്പോഴാണ് ഇതാണ് ദീനെന്ന് മനസ്സിലായത്. ഈ പളവളപ്പും ആർഭാടവും ഇതൊന്നുമല്ല സംഗതി. ഇതിന്റെ ഒക്കെ ദീനിന്റെ പേരിൽ വേണ്ട. വലിയ മഹാനായിരുന്നു. ഉസ്താദിന്റെ ബാങ്ക് കട്ടുണ്ടായ കഥ ഞാൻ ഓർത്തു പോവാണ്. ആൾക്ക് കള്ളൻ ഇപ്പൊ അതൊന്നും വിഷയമല്ലല്ലോ. കള്ളനെ നിസ്കാരക്കാരനായി മറച്ചു വെച്ചിട്ടുണ്ട് മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവർ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എന്നപ്പോൾ കള്ളൻ റൂമിലേക്ക് കയറിയത്. അന്നത്തെ വാർഡിലേക്ക് അത്ര ഉറപ്പല്ലേ ഉള്ളൂ, ഡോറൊക്കെ തുറന്ന് കൂളായിട്ട് വരാം. അന്ന് എന്താ അകത്ത് കൂട്ടിവെക്കാൻ ഒന്നുമില്ല. തഹജ്ജുദ് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോ കള്ളന് ഉറപ്പാണ് എപ്പോഴൊന്നും ഈ നിസ്കാരം തീരില്ല. ഒരു സാവകാശം വാഹത്തിൽ തപ്പാണ്. അങ്ങനെ തപ്പി നോക്കിയിട്ടൊന്നും കാണില്ല. അപ്പോ ബഹുമാനപ്പെട്ടവർ നിസ്കാരം നല്ലോണം നീട്ടി. കുറെ തപ്പിയിട്ടൊന്നും കിട്ടണില്ല. അവൻ അപ്പുറപ്പുറം തിരയാണ്. നിസ്കാരം സലാം കിട്ടിയതിൽ അറിഞ്ഞിടയിൽ ഇടയ്ക്ക് റിലാക്സ് ആയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേ അവനോട് പറഞ്ഞു, ഈ ഓടല്ലേ എന്ന് പറഞ്ഞു. പിന്നെ നിന്റെ പരിയിൽ ഇത്ര നേരം തിരഞ്ഞിട്ട് ഒരു സാധനം കിട്ടാതെ ഉറങ്കയോടെ പോണത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ നല്ലൊരു കാര്യം തരാം. വളരെ സന്തോഷമായി. നമ്മളൊന്നും അങ്ങനെ പറഞ്ഞാൽ കേൾക്കൂല. നമ്മൾ പറഞ്ഞാൽ നമ്മളോരോ ആൾക്കാരതുകൊണ്ട് നമ്മൾ പോലീസിൽ വെക്കാൻ പോകുന്ന കള്ളം വിചാരിക്കാം. അതുകൊണ്ടാണ് നിൽക്കാത്തത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, പിന്നെ ഈ ഒന്ന് ഒതുടുക്കുമെന്ന് ചോദിച്ചു. ഒതുടുക്കാൻ വലിയ വെള്ളം ഉണ്ടായിരുന്നു. ഒതുടുക്കുന്ന അപ്പൊ തന്നെ ഒരു ശൈത്താൻ പോയിട്ടുണ്ടാവും. ഇത് 2 റക്അത്ത് നിസ്കരിക്കുന്നു. നിസ്കരിച്ചിട്ട് ചോദിച്ചു, ഞാൻ 2 റക്അത്തും കൂടെ ഏറെ നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചു. ആ നിസ്കരിച്ചു. പിന്നെ സുബ്ഹി വരെ കള്ള നിസ്കരിച്ചു എന്നാണ് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നപ്പോ. പിറ്റേന്ന് കൂടെയുള്ള സഹകള്ളന്മാരോട് പറഞ്ഞു, പിന്നെ നമ്മുടെ ഈ കള്ളത്തരത്തെക്കാളൊക്കെ രസമുള്ള ഏർപ്പാട് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ അതിനാ പോണത്. എന്ത് ചോദിച്ചു? നിസ്കാരം ഞങ്ങന്മാരെ അതിന്റെ ഒരു രസം നിസ്കരിച്ചു നമ്മളല്ലേ അറിയുന്നത്. അങ്ങനെ നന്നായി വന്നൊരു വലിയ സംഭവമുണ്ട്. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു മരുഭൂമിയിലൂടെ അങ്ങനെ പോകുമ്പോഴാണ് കള്ളന്മാര് കൊള്ളയടിച്ചത് ഫുഡാണ്, അവരുടെ ഭക്ഷണം കൊള്ളയടിച്ചതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ, ഈ ഭക്ഷണം കൊള്ള സംഘത്തിലെ എല്ലാവരും ഓഹരി വെച്ച് തിന്നുമ്പോ നേതാവ് അവിടെ പോയി കസേരയിൽ ഇരിക്കുക, മൂപ്പര് തിന്നുന്നില്ല. അന്ന് ഏറ്റവും വലിയ ആവശ്യം ഭക്ഷണമാണല്ലോ. നമുക്കൊരു 40-50 കൊല്ലങ്ങൾക്ക് ഇപ്പുറം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു വറുതിയുടെ കാലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അന്ന് ഭക്ഷണമല്ലേ വേണ്ടുള്ളൂ. അന്ന് കല്യാണത്തിന് കൂടുന്ന ചോറ് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടല്ലേ. അപ്പോ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഈ കള്ളം, നേതാവായ കള്ളൻ തിന്നാത്തത് കണ്ടപ്പോ ചെന്ന് ചോദിച്ചു നോക്കി, അല്ല ഇന്ന് എന്താ തിന്നാത്തത് ചോദിച്ചു. എല്ലാം ഉണ്ടായില്ല, ഇനിയിപ്പോ എന്താ നഷ്ടപ്പെടാനോ ചോദിച്ചു. പറഞ്ഞു, മാലിഷ് ഒന്നും വിചാരിക്കരുത്, നേരെ ദിവസം കാര്യം ചോദിച്ചു. ഇന്ന് വ്യാഴാഴ്ച ഞാൻ സുന്നത്തും കൊടുത്തിട്ടുണ്ട്. പെരുങ്കള്ളം സുന്നത്ത് നോമ്പെടുക്കേണ്ടി ചോദിച്ചു. അപ്പൊ കള്ളം പറഞ്ഞു മറുപടി എന്താണെന്നറിയോ? അത്റുഖു ബൈനി വബൈന അല്ലാഹി ബാബൻ അസാ അൻ അദ്ഖുല മിൻഹു യൗമൻ മാ.
ഞാനും എന്റെ റബ്ബിന്റെ ഈ മുമ്പിൽ ഒരു വാതില് ഞാൻ അവിടെ തുറന്നു വെക്കുന്നുണ്ട്. ഒരു വാതില് എനിക്ക് ചിലപ്പോ ആ വാതിലൂടെ അള്ളാന്റെ അടുത്തേക്ക് പോവേണ്ടി വരും. ഞാൻ വെറും കള്ളനായി നടന്നാലേ അള്ളാഹുവിനെ പിടിച്ചാൽ രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം വേണ്ടേ? ഞാൻ വ്യാഴാഴ്ച സുന്നത്തും കൊടുക്കുന്ന ആൾ, അതുകൊണ്ട് ഇന്ന് ഞാൻ തിന്നൂല. 2 കൊല്ലം കഴിഞ്ഞപ്പോ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയപ്പോ കഅബിന്റെ കഅബയുടെ കില്ല പിടിച്ച് ഒരാൾ പൊട്ടിക്കരയുന്ന കാഴ്ച കാണുന്നുണ്ട്. സുഹൈൽ ഇബ്നു അംർ തങ്ങൾ ചിന്തിച്ചു, ഇയാളോടൊന്ന് ദുആരക്കാൻ പറഞ്ഞേക്കാം. കഅബിന്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ വലിയ വലിയ മഹാന്മാർ കാണും, ആരിഫീങ്ങൾ കാണും, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ കാണും. ഉംറ ചെയ്യാത്തവരോട് ഉംറ ചെയ്തവർക്കൊന്ന് കൈപൊക്കിയാട്ടെ. ഉംറക്ക് പോയവര് അൽഹംദുലില്ലാഹ്, ഇനിയും പൊങ്ങാനുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, യാ അല്ലാഹ്, എന്തോ ഒരു ഭാഗ്യം കിട്ടിയ സദസ്സാണ്, എന്തോ ഒരു ഭാഗ്യം കിട്ടിയ ആളുകളാണ് നിങ്ങളൊക്കെ. അവിടെ ചെന്ന് ഫോട്ടോ എടുത്ത് കളയരുത്, അവിടെ ചെന്ന് വീഡിയോ എടുത്ത് വിടരുത്. മസ്ജിദുൽ ഹറാമില, അല്ലാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിലാണ്. അവിടെ ഒന്നും നിന്റെ സാംസങ് ഫോണൊന്നും എടുക്കണ്ട, നിന്റെ ഐഫോണൊന്നും അവിടെ ഉപയോഗിക്കല്ലേ, അവിടെ ഒന്നും ചെയ്യണ്ട. അത് ഹുർമത്തുള്ള സ്ഥലമാണ്. അവിടെ അങ്ങ് ഫോട്ടോ എടുത്ത് പോന്നാൽ എന്റെ ഉംറന്റെ ടിക്കറ്റ് എയർ ഇന്ത്യക്കാർക്ക് കിട്ടിയെന്നല്ലാതെ ഉംറന്റെ കൂലി കിട്ടൂല. അവിടെ മഹാന്മാർ വരുന്ന സ്ഥലമാണ്. തുസ്കബുൽ അബറാത്തു യാ ഉമർ, ഹുനാ തുസ്കബുൽ അബറാത്തു യാ ഉമർ. ഉമറേ, ഈ ഹജറുൽ അസ്വദിന്റെ അടുത്തും റുക്നൈനികൾക്കിടയിലുമാണ് കണ്ണുനീര് പൊഴിക്കേണ്ടത്. ഉമറേ, ഇവിടെയാണ് കരയേണ്ടത്, ഇവിടെയാണ് കരയേണ്ടതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് ആരിഫീങ്ങൾ വരുന്നത്. അവിടെ കാണുമ്പോൾ അവരോട് ദുആ ചെയ്യിപ്പിക്കണം, അവരോട് ദുആ ചെയ്യാൻ വേണ്ടി പറയണം. ഒരുപാട് മഹത്തുക്കൾ വരും, നമ്മൾക്കൊന്നും അറിയാത്തവർ. അപ്പോ സുഹൈൽ ഇബ്നു അംർ തങ്ങൾ കഅബന്റെ കില്ല പിടിച്ച് ഇങ്ങനെ കരയണ ഈ മനുഷ്യനെ കണ്ടപ്പോ കുറച്ചു നേരം കഴിഞ്ഞിട്ടൊന്ന് ദുആരക്കാൻ പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അയാൾ മുഖമൊക്കെ തുടച്ച് കഅബത്തിന്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോ എന്തോ ഒരു കണ്ട പരിചയം. അപ്പോ സുഹൈൽ തങ്ങൾ പറഞ്ഞു, ഇവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, എനിക്കും പരിചയമുണ്ട്, അന്ന് മരുഭൂമിയിൽ സുന്നത്തിന് കൊടുത്ത അതന്നെ. എന്തേ പറ്റി? ഞാൻ ഇപ്പൊ നന്നായി ആ ഏർപ്പാടൊക്കെ നിർത്തി എന്ന് പറഞ്ഞു. എന്തേ ചോദിച്ചു. ഞാൻ ഒന്ന് പറഞ്ഞില്ലേ, അത്റുഖു ബൈനി വബൈനല്ലാഹി ബാബൻ അസാ അൻ അദ്ഖുല മിൻഹു യൗമൻ മാ. എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് പോകാൻ ഒരു വാതിൽ ഞാൻ അവിടെ ഒഴിച്ചിടുന്നുണ്ട്. എനിക്കതിലൂടെ കടന്നു പോകേണ്ടി വരും. എന്റെ ആ സുന്നത്ത് നോമ്പ് കൊണ്ട് അല്ലാഹു എനിക്ക് ഹിദായത്ത് തന്നു. എനിക്കിപ്പോ മോശമൊന്നുമില്ല, ഞാൻ എല്ലാവർക്കും തിരിച്ചു കൊടുത്തു. ഞാനിപ്പോ നല്ല മനുഷ്യനായിട്ട് ജീവിക്കുകയാണെന്ന് മഹാനായ സുഹൈൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞ കഥ. സുബ്ഹാനല്ലാഹ്, മാറ്റം വരാനൊക്കെ അങ്ങനെ ഏത് കുരുത്തകളിലും. അതുകൊണ്ടാണ് ഈ ചെക്കന്മാര് ഈ ടൈറ്റ് ജീൻസും ടീഷർട്ടും അവർ ഹിപ്പികളാണെന്നൊക്കെ തോന്നി ചിലപ്പോ കണ്ടായിക്കോട്ടെ. ചിലപ്പോ ഈമാനൊക്കെ കൽബിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അവന്റെ കൂട്ടുകാരൊക്കെ കുരുത്തക്കേടുള്ളത് കൊണ്ടോ ആ കൂട്ടത്തിൽ പെട്ടതായിരിക്കും. എങ്ങാനും വല്ല രാത്രി സമയത്ത് ഉറക്കത്തിന് എഴുന്നേറ്റിട്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരയുന്ന ചെറുപ്പക്കാരുണ്ടാവും. നമ്മൾ ഈ പാന്റ് കുപ്പായം കണ്ടിട്ടൊന്നും ആളെ നിസ്സാരപ്പെടുത്തരുത്. അങ്ങനെയാണ്, അവരിലൊക്കെ നല്ല ഈമാനുള്ളവരുണ്ടാവും. ഞാൻ ആലോചിച്ചു പോവുക, നമ്മുടെ ചെറുപ്പക്കാര് ജീവിക്കുന്ന ലോകം ഉസ്താദുമാർ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നമ്മളാണ് അവർ ജീവിക്കുന്ന ലോകത്ത് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ ഈമാൻ നമുക്കുണ്ട്. എനിക്കെന്റെ കാര്യം പറയട്ടെ. തിന്മകൾക്കുള്ള അങ്ങനെ ഒരു എക്സ്പോസർ, തിന്മക്ക് എന്ത് വേണമെങ്കിലും അതിന്റെ ആക്സസിബിലിറ്റി അവർക്കുണ്ടായിരിക്കെ തിന്മ ചെയ്യാതെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഈമാൻ എനിക്കുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് എത്രയോ ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. അള്ളാഹുവിനെ തഖ്വ എന്തെങ്കിലും ഒരു അമൽ കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തിയേക്കും. അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാകട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവരുടെ സമ്പാദ്യം മോഷണം പോയ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പൊ സ്വഹാബികൾ വന്ന് പറഞ്ഞു, ഇബ്നു മസ്ഊദ് എന്നവരെ ഒന്ന് ദുആ ചെയ്തേക്കണം, ആ കള്ളന്റെ തലയിലേക്ക് അല്ലാഹു അദാബ് വീഴ്ത്തട്ടെ. എന്ത് ചെയ്യും? ഒന്ന് ദുആരക്കി. ആ കള്ളൻ നിങ്ങളെ പോക്കറ്റ് അടിച്ചില്ലേ, അവൻ അല്ലാഹു ശിക്ഷ കൊടുക്കണം, ദുആരക്കി. അദ്ദേഹം പറഞ്ഞു, അന സാഹിബുൽ മാൽ, എന്റെ തന്നെ പൈസ ശരിയാണ്, ഞാൻ ദുആരക്കാണ്. നിങ്ങൾക്ക് ആമീൻ പറഞ്ഞു, ആമീൻ പറയാം. ഞാൻ ദുആരക്കാൻ വേണ്ടി നിന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്താ പറയുന്നറിയാം? ഇതാണ് ഇഹ്സാൻ. الذين يستمعون القول فيتبعون احسنه. ഖുർആൻ കേൾക്കുകയും ഖുർആനിൽ നിന്ന് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുകയും ചെയ്തവർ. ഖുർആനിൽ എന്തുള്ളൂ? നല്ലത്, ഏറ്റവും നല്ലത്. ഹസൻ, അഹ്സൻ, അതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുന്നവർ അവരാണ് ബശ്ശിർ ഇബാദ്. അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കണേ നബിയെ. അതിൽ വലിയൊരു ഉദാഹരണം പഠിപ്പിക്കുകയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു.
എന്താ പറഞ്ഞത്? അന സാഹിബുൽ മാൽ, നിന്റേതാണ് സമ്പത്ത്, ഞാൻ ദ്വാരക്കുന്നു, നിങ്ങൾ ആമീൻ പറഞ്ഞേക്കണം. ആയിക്കോട്ടെ, എല്ലാവരും ആമീൻ പറയാൻ വേണ്ടി ഇതൊക്കെയാണ് ദ്വാരക്കാൻ പോകുന്നത്. എന്താ ദ്വാരന്നറിയോ? അല്ലാഹുമ്മ ഇൻ കുൻത തഅലം അന്നല്ലദീ സറഖ മാലി മുഹ്താജുൻ ഇലൈഹി ഫബാരിക് ലഹു ഫീഹി യാ റബ്ബ് വഇൻ കുൻത തഅലം അന്നല്ലദീ സറഖ മാലി ഗൈറ മുഹ്താജിൻ ഇലൈഹി ഫജ്അൽഹു ആഖിറ ദംബിൻ യർതകിബുഹു ഫീ ഹഖ്ഖിക. അല്ലാഹുവേ, നിന്റെ പൈസ കട്ടെടുത്തവൻ, എന്റെ പൈസ മോഷണം കൊണ്ടുപോയ ആ കള്ളൻ, ആ പൈസക്ക് അത്യാവശ്യം വന്നിട്ട് മോഷണം ചെയ്തതാണെങ്കിൽ ആ പൈസയിൽ അവനെ ബറക്കത്ത് കൊടുക്കണേ പടച്ചവനെ. അതല്ല, അവനൊരു ആവശ്യമില്ലാതെ വെറുതെ എന്നെ ബുദ്ധിമുട്ടാക്കാൻ, എന്നെ പ്രയാസപ്പെടുത്താൻ ചെയ്തതാണെങ്കിൽ ഇനിയൊരു തിന്മ ചെയ്യാൻ ഒരവസരം നീ കൊടുത്തേക്കരുത് റബ്ബേ. ഇതവൻ ചെയ്യുന്ന അവസാനത്തെ തിന്മയാവണം. ഇനി വേറെ ഒരു തിന്മ ചെയ്യാൻ നീ അവസരം കൊടുത്തേക്കല്ല അല്ലാഹ്. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നമ്മളെന്താ ദ്വാരക്കാൻ പടച്ചോനെ അവന്റെ തലയ്ക്ക് ഒരു ടിപ്പർ ലോറിയെങ്കിലും വേണമെന്ന് കയറുന്നു പറഞ്ഞേക്കല്ലേ. സുബ്ഹാനല്ലാഹ്. അഹ്സൻ. നമ്മുടെ ആലിമീങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ഭയങ്കര വിശാലമായ കൽബുള്ളവരാണ്, വിശാലമായ കൽബുള്ളവരാണ്. അപ്പോഴാണ് മഅറൂഫുൽ ഖർഖിയോട് ദിജ്ലയുടെ ഓളങ്ങളിൽ മനോഹരമായ ബോട്ടുകളിലൂടെ പാട്ടുപാടി മദ്യപിച്ച് ഉല്ലസിച്ച് നടക്കുന്ന ചെറുപ്പക്കാരുടെ സംഘം മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ആരിഫീങ്ങളിൽ മഹാൻ. അവരും അവരുടെ അസ്ഹാബുകൾ നടക്കുമ്പോ, മുരീദന്മാരായ ആളുകൾ ശൈഖിന്റെ കൂടെ നടക്കുമ്പോ ഒരുപാട് ചെറുപ്പക്കാരൻ ഇറാഖിലെ ടൈഗ്രീസ് നദിയിൽ പായക്കപ്പലിൽ വിളക്ക് വെച്ച് മദ്യപിച്ച് പാട്ടുപാടി ഉല്ലസിച്ച് നടക്കുന്ന കാഴ്ച. അവരൊക്കെ പറഞ്ഞു, മഅറൂഫുൽ ഖർഖി ഞങ്ങളെങ്ങാനും ഒന്ന് ദുആ ചെയ്താൽ ഈ ചെറുപ്പക്കാർക്ക് വീട്ടിലെത്താൻ പോലും പറ്റില്ല, അവിടെ അല്ലാഹു മുക്കിക്കളഞ്ഞേക്കും. കാരണം മുസ്തജാബ് ദുആയാണ്. ദുആ എത്രയുള്ള മഹാനായ കണ്ണിത്ത് ഉസ്താദിനെ പോലെ എത്ര മഹാന്മാർക്ക് കഴിഞ്ഞുപോയി. പടച്ചവനെ മഴ വേണം അല്ലാഹ് എന്ന് ചോദിക്കുമ്പോഴേക്കും അല്ലാഹു ഇജാബത്ത് കൊടുത്ത അത്ഭുതങ്ങൾ എത്രയുണ്ടായിട്ടുണ്ട്. സമസ്തയുടെ പ്രസിഡന്റായിരുന്ന മഹാൻ അല്ലാഹുയുടെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. അവരോടുള്ള ഹുബ്ബ് കൊണ്ടും ഇത്തിബാഅ കൊണ്ടും അല്ലാഹു സ്വർഗ്ഗത്തിൽ അവരോടൊപ്പം അല്ലാഹു നമ്മയും അവരൊക്കെ അല്ലാഹു ഒരുമിച്ച് കൊടുക്കുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആഇന് ഉത്തരവുള്ളവരുണ്ട്. മുസ്തജാബ് ദുആഇന് ഉത്തരം കിട്ടുന്ന മഹാന്മാർ മഅറൂഫുൽ ഖർഖി അങ്ങനെയാണ്. അവർ ചോദിച്ചു, മഅറൂഫുൽ ഖർഖി, ശിഷ്യന്മാർ പറഞ്ഞു,